അപ്പോൾ ഗൈസ് നമുക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കിയെടുത്താലോ. കോളിഫ്ലവർ വറക്കാനായിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കാം. അങ്ങനെ ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് 2 കഷ്ണം മുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കരിയാപ്പിലയും പെരുംജീരകവും മുളക് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നമുക്കിത് അരച്ചെടുക്കാവേ. ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചേക്കുന്ന കോളിഫ്ലവറിലേക്ക് ഇതിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം. ഇനി എന്ത് ചെയ്യുക, ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി സവാളയും ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും ഒഴിച്ച് സോയാ സോസും ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, ഒരു പാൻ എടുത്ത് അതിലേക്ക് തീ കത്തിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമുക്ക് ഈ കോളിഫ്ലവർ എടുത്ത് വറുത്തെടുക്കാതെ ഇത് വറുത്ത് നല്ല അടിപൊളി. ഞാൻ ഹാഫ് കുക്കായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സറിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ടെടുക്കാം കേട്ടോ. കോളിഫ്ലവർ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസോ ബിരിയാണിയോ എന്തിൻ്റെ കൂടെ ആയാലും നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.